ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 31 ഇഞ്ച് ബോഡി മെഷർമെൻറ്റുള്ള ഒരു പെൺകുട്ടികളുടെ ചൂരിദാർ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. സ്കൂൾ യൂണിഫോം ചൂരിദാറാണ്. അപ്പോൾ നമുക്കിതുപോലെ കട്ടിങ്ങിലേക്ക് പോകാം. നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് തുണിയെ ഇതുപോലെ കറക്റ്റായി മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റായി മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ മുകളിൽ ഒരു ലൈൻ കൊടുക്കുകയാണ്. കണ്ടോ, നേരെ മുകളിൽ ഒരു ലൈൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചൂരിദാറിൻ്റെ ലെങ്ത്ത് 38 ഇഞ്ചാണ് നമ്മുടെ ചൂരിദാറിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അരയിഞ്ച് കൂട്ടി 38 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു അരയിഞ്ച് നമ്മുടെ മുകളിൽ വരുന്ന, കണ്ടോ, ഇവിടെ വരുന്ന നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടിയാണ് ആ ഒരു അരയിഞ്ച് നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്നത്. 38ൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി 38 ഇഞ്ച്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ അടിവശത്ത് ചൂരിദാറിൻ്റെ താവിൽ, കണ്ടോ, മടക്കി തയ്ക്കുവാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. കണ്ടോ, ഇങ്ങനെ വരയുന്നു. ഇനി നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ ചൂരിദാറിൻ്റെ ബോഡി ഷേപ്പ് എടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ 12 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത്, നമ്മളെ ചൂരിദാറിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്കൊരു 18 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ആ ഒരു മാർക്കിൽ നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ നമ്മുടെ ചൂരിദാറിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. നമ്മുടെ ഷോൾഡർ 6 ഇഞ്ചാണ് വെക്കുന്നത്. 6 ഇഞ്ച്, 31 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ്, 6 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ വെക്കുന്നത്. കണ്ടോ, ഇതുപോലെ 6 ഇഞ്ച് താഴ്ത്തിയും മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി 6 ഇഞ്ചിൽ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 31 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. നമുക്ക് 35 ഇഞ്ച് കിട്ടും. 35ൻ്റെ 4/1 8.25. കണ്ടോ, ഈ ഒരു 8.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. 1.25 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ തുന്നത്തുണിക്ക് വേണ്ടി. കണ്ടോ, 8.25 മാർക്കുന്നു, തുന്നത്തുണിക്ക് വേണ്ടി 1.25. ഇനി നമ്മുടെ ബോഡി ഷേപ്പിലുള്ള ഇടുപ്പളവ് വരുന്നത് 28 ഇഞ്ചാണ്. അപ്പോൾ 28ൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 31 കിട്ടും. 31ൻ്റെ 4/1 7.25. കണ്ടോ, പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി നമ്മുടെ സ്ലിറ്റ് ഭാഗത്ത് വരുന്ന, നമ്മുടെ സീറ്റ് ഭാഗത്തൊക്കെ വരുന്ന അളവ് 32 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 36ൻ്റെ 4/1 9 ഇഞ്ച്. 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചാണ് ഇവിടെ തുന്നത്തുണി കൂട്ടുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് കൂട്ടുന്നത്. കേട്ടോ, ഇനി നമ്മൾ ഇവിടെ 9 ഇഞ്ചാണ് നമ്മൾ വെച്ചത്. ഇവിടെ നമുക്കൊരു 10.5 ഇഞ്ചൊക്കെ വെക്കാവുന്നതാണ്. എന്നാൽ നമ്മുടെ താവിൽ നല്ല ലൂസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ 11.5 ഇഞ്ചാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് തുന്നത്തുണി വെക്കുന്നു. നമുക്ക് അവിടെ ലൂസ് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. കണ്ടോ, ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ ബോഡി ഷേപ്പിന് വേണ്ടി ഇവിടെ നമ്മൾ വരയുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ പുറത്തേക്ക് സാധാരണയായി നമ്മളിവിടെ കൂടുതൽ ഷേപ്പ് കൊടുത്തിട്ടാണ് വരയാറ്. എന്നാൽ ഈ ഒരു ചുരിദാറിന് ലൂസൊക്കെ കുറവുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഷേപ്പ് കൊടുക്കണമെന്നില്ല. ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ അല്പം നമ്മുടെ ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് നമ്മളിങ്ങനെ അല്പം റൗണ്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, 1 ഇഞ്ചാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന്, കണ്ടോ, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ആ 1 ഇഞ്ചിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുക. കണ്ട, ഇതുപോലെ വരഞ്ഞെടുക്കും. ഇനി നമ്മൾ ഈ ഒരു മാർക്ക്, നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ കഴുത്തകലം നമ്മൾ വെക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 2.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇതുപോലെ ഇവിടെയും 2.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമ്മളിത് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുകളിലുള്ള നമ്മൾ ആ ഒരു തുന്നത്തുണിയൊക്കെ വിട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഈ ഒരു അളവൊക്കെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന കഴുത്തിൻ്റെ അറ്റാച്ചിങ് തുണിയൊക്കെ ഒഴിവാക്കി വേണം, കൂടുതൽ വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. നമ്മുടെ കഴുത്തൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാൻ.
കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഈ ഒരു മാർക്കിൽ നമുക്ക് ഷേപ്പിൽ വരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ അടിവശത്ത് കണ്ടോ നമ്മളൊരു 1/4 ഇഞ്ച് നമ്മുടെ സൈഡ് ഭാഗത്ത് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് കൊടുക്കുന്നു കണ്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ചൂരിദാറിൻ്റെ സൈഡ് ഭാഗം കറക്റ്റായി വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ കണ്ടോ. ഇതുപോലെ സൈഡിലേക്ക് ഒരു 1/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം സൈഡ് നമ്മുടെ താപ് ഭാഗത്ത് കൂടുതൽ വീതി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു വസ്തു കണ്ടോ നമ്മുടെ ഈ ഒരു സ്ലിറ്റ് ഭാഗം ഓപ്പൺ വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ റെഗാളിൻ്റെ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് കണ്ടോ. ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ഓരോ പീസിൽ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ പീസിൽ നിങ്ങൾക്ക് വേറെ വേറെ കാണുന്നത്. ഓരോ പീസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ. ഇനി നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പീസിനെ നമ്മൾ ഇതുപോലെ കറക്റ്റ് വെക്കുക കണ്ടോ. മുകളിൽ എല്ലാ സൈഡും കറക്റ്റ് ഭാഗം നമ്മുടെ സെൻറ്റർ ഭാഗത്തൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്യുന്നു കേട്ടോ. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ബാക്ക് പീസും നമ്മൾ കറക്റ്റ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നു. നമുക്ക് ഇവിടെയൊക്കെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് സെൻറ്റർ മാർക്കിംഗ് ഒക്കെ കൊടുക്കാവുന്നതാണ് കണ്ടോ. ഇതുപോലെ കറക്റ്റ് അതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ. ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ബാക്ക് പീസിൽ നമ്മൾ അതൊരു കറക്റ്റ് സ്ഥലത്ത് മാർക്ക് ചെയ്യുകയാണ് കണ്ടോ. ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും. ഇനി നമ്മൾ ബാക്ക് പീസിനെ ഇവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ കണ്ടോ നമ്മുടെ റഗാൾ ഫ്രണ്ട് പീസിൻ്റെ റഗാൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡോർസിട്ട് കൊണ്ടുവരിക കണ്ടോ. ഒരു 1/2 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മളിങ്ങനെ കട്ടിങ് തുടങ്ങുന്നത്. ആദ്യം ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഒരു 1/2 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് കണ്ടോ. നമ്മൾ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നീളത്തിനനുസരിച്ച് നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു കണ്ടോ. നേരെ പകുതിയായി മടക്കി വെക്കുന്നു. അതിനുശേഷം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ തുണിയെ മടക്കിയെടുക്കുക കണ്ടോ. 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ അടിവശത്ത് നമ്മുടെ കൈയുടെ താപ് വശമാണിത്. ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. വീണ്ടും നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. ഇത് നമുക്ക് എത്ര വീതിയിലാണോ നമുക്ക് തയ്ക്കാനുള്ളത് മടക്കി തയ്ക്കാനുള്ളത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു 1/2 ഇഞ്ചാണ് കൊടുത്തത്. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 14.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കണ്ടോ. 14.5 ഇഞ്ചിലാണ് ഈ ഒരു മാർക്കിംഗ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ റഗാൾ വശത്തുള്ള നമ്മുടെ ലൂസ് നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. അത് നമ്മൾ 31 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക. നമുക്ക് 28 ഇഞ്ച് കിട്ടും. 28ൻ്റെ 4/1 7 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 7.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ നമ്മൾ 3.5 ഇഞ്ചാണ് നമ്മുടെ ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാ ചുരിദാറിനും ബ്ലൗസിനൊക്കെ നമ്മൾ 3.5 ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് കൊടുക്കാറ് കണ്ടോ. ഇതുപോലെ ഷേപ്പ് കറക്റ്റ് കണ്ടോ. നമ്മൾ ആ ഒരു 3.5 ഇഞ്ചിലുള്ള ആ ഒരു മാർക്ക് ടച്ച് ചെയ്തുകൊണ്ട് കറക്റ്റ് എടുക്കുന്നു കണ്ടോ. ഇതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് കണ്ടോ നമുക്ക് 9.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 4.25 കണ്ടോ. 4.25 ഇഞ്ചാണ് നേർപകുതി. അതിൻ്റെ കൂടെ ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി വേണ്ടി കൂട്ടും. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു കണ്ടോ. 1.25 ഇഞ്ച് ഇവിടെ നിന്ന് 1.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മുടെ ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ. ഇതുപോലെ കറക്റ്റായി വരഞ്ഞെടുക്കുന്നു കണ്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു അളവ് കണ്ടോ നമ്മുടെ ഈ റഗാൾ ഭാഗത്ത് വരുന്ന ഈ ഒരു അളവ് നമ്മൾ ബോഡിയിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കത് ബോഡി നമ്മുടെ റഗാൾ കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനിടെ നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്. ബാക്ക് പീസിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് അളവ് കിട്ടൂ. ഇവിടെയാണ് നമ്മുടെ
കേട്ടോ ബോഡിയുടെ ലൂസ് മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്കും ഒരു മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത തുണിക്ക് വേണ്ടിയാണ്. ആ ഒരു തുണിയെ മുകളിൽ ഇതുപോലെ വെച്ചുകൊണ്ട് കറക്റ്റ് നമ്മുടെ ഈ റഗാളി ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിൽ കൂടി കറക്റ്റ് ചെയ്തുകൊണ്ട് എഴുതും കേട്ടോ. നമുക്കിവിടെ നിങ്ങൾ അല്പം ക്ലിയർ കുറവുണ്ടത് അത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു മാർക്കിൽ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു കണ്ടോ ഈ ഒരു പീസ് കണ്ടോ നമുക്ക് പുറത്തേക്ക് തള്ളി വരുന്നത്, അവിടെ നമുക്കൊരു മാർക്കിംഗ് ചെയ്ത് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുന്നു. ഇതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ആദ്യം കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെയാണ് കട്ടിങ് ചെയ്യുന്നത് കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ അവിടെയുള്ള കണ്ടോ ആ ഒരു പീസിലെ ക്രോസിൽ വരുന്ന അവിടെ നമ്മളത് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. ഇതുപോലെ നിവർത്തി വെക്കുക. ഇനി നമ്മുടെ ഫ്രണ്ട് വശം, നമ്മുടെ മാർക്കിംഗ് വരുന്ന ഭാഗം നമ്മുടെ ഫ്രണ്ട് വശമാണ്. അവിടെ നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് 1.25 ഇഞ്ച് മുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ വശത്ത് നിന്ന് നമ്മളൊരു 1.25 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു കണ്ടോ. ഇതുപോലെ കറക്റ്റ് ഇത് നമ്മുടെ ഫ്രണ്ട് വശത്താണ് നമ്മൾ കണ്ടോ മാർക്ക് ചെയ്ത്. ഈ ഒരു ഫ്രണ്ട് വശത്താണ് നമ്മളിപ്പോൾ വരയുന്നത് കണ്ടോ. ഇവിടെ നമ്മളൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ കൈയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ നല്ലവണ്ണം കുഴിച്ചുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ആ ഒരു കട്ടിങ് കണ്ടോ നിങ്ങൾ ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിംഗ് വരെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് നമ്മുടെ കൈയുടെ ഒന്ന് ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് അല്പം കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ ഇവിടെ നിന്ന് അല്പം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ സ്ലീവ് കണ്ടോ നമ്മുടെ ഷേപ്പോടുകൂടി കിട്ടിയത് കണ്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.